ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിസ്മി കിച്ചണിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കൊത്ത് ചപ്പാത്തിയുടെ റെസിപ്പി ആയിട്ടാണ്. കൊത്ത് ചപ്പാത്തി നമ്മൾ കൊത്ത് പൊറോട്ടയ്ക്ക് കഴിക്കാറില്ലേ, അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് കൊത്ത് ചപ്പാത്തി. ഈ കൊത്ത് ചപ്പാത്തി നമ്മൾ ഉണ്ടാക്കുന്നത് മുട്ട ചേർത്തിട്ടാണ്. അപ്പം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി, നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റിയാണ്. ചപ്പാത്തി കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ പോലും ഓർക്ക് പോലും വളരെ ഇഷ്ടമാകുന്ന നല്ല ടേസ്റ്റിയായ ഒരു കൊത്ത് ചപ്പാത്തിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. നമ്മൾ കൊത്ത് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ഞാൻ 4 ചപ്പാത്തിയാണ് എടുത്തിട്ടുള്ളത്. 4 ചപ്പാത്തി എടുത്തിട്ടുണ്ട്, കണ്ടോ. ഈ 4 ചപ്പാത്തിയെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിനിങ്ങനെ കൂട്ടി പിടിച്ചിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്യാം. ഇതാ കണ്ടോ, ഇതേപോലെ നമുക്ക് ഈ പീസും കൂടി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ 4 ചപ്പാത്തിയും ഇതേപോലെ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇതേപോലെ ഒരു കടായി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളമുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഒഴിച്ച ഓയിൽ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ചേർക്കാം. ഇപ്പോൾ കടുക് പൊട്ടി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ചെറിയ കഷ്ണം പട്ട, അതേപോലെ തന്നെ 2 ഗ്രാമ്പും, അതേപോലെ 2 ഏലക്കായ, ഇത് 3 കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് മൂത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഒന്ന് പിച്ച് കീറിയിട്ട് ചേർത്ത് കൊടുക്കാം. പച്ചമുളകും കറിവേപ്പിലയൊക്കെ അത്യാവശ്യം വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി സവാള ചേർത്ത് കൊടുക്കാം. സവാള ഞാൻ മീഡിയം സൈസ് 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്, അതുകൂടി ഇതിലേക്ക് ചേർക്കാം. നമുക്ക് ഈ സവാള വാടി കിട്ടാൻ ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ സവാള നന്നായിട്ട് നമുക്ക് വാട്ടിയെടുക്കണം. നന്നായിട്ട് ഇത് വാടി കിട്ടണം, നല്ല സോഫ്റ്റായി വരണം. അതുവരെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ സവാള നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. കണ്ടോ, കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടാവും. നന്നായിട്ട് കളറൊക്കെ മാറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത് ചേർക്കാം, അതായത് വലിയ ജീരകം. 1/4 ടീസ്പൂണ് ഗരം മസാല ചേർക്കാം. 1 ടീസ്പൂണ് മുളക് പൊടി ചേർക്കാം.
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പൊടികളുടെ ആ ഒരു പച്ചക്കുത്ത് പോകുവോളം ഒരു 2 നിമിഷം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ പൊടികളുടെ ആ പച്ചക്കുത്തൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചെറിയ 2 തക്കാളി നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ്, അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. തക്കാളി നമ്മളിങ്ങനെ നീളത്തിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് വഴണ്ട് കിട്ടും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ മസാലകളും തക്കാളിയൊക്കെ ഒന്ന് സെറ്റാക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ നേരത്തെ ഒഴിച്ചു കൊടുത്ത വെള്ളവും തക്കാളിയിൽ നിന്നുള്ള ഇറങ്ങിയ വെള്ളവും ഒക്കെ വറ്റിയിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുട്ടയാണ്. നമ്മളിവിടെ 4 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ 4 മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ അരവിനെ ഒരു ഭാഗത്തേക്ക് നീക്കിയതിന് ശേഷം നമുക്ക് ഒരു സൈഡിലേക്ക് ആ മുട്ടയൊന്ന് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഈ മുട്ടയിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിലേക്കൊരു 2 പിഞ്ചോളം വരുന്ന കുരുമുളകിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഈ മുട്ടയുടെ ഈ മഞ്ഞ കരുവ്, അതായത് ഈ കുഞ്ചി ഭാഗത്തിനെ നമുക്ക് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ മുട്ട ചേർത്ത വാക്ക് വേഗം ഒന്ന് ഇളക്കേണ്ട ആവശ്യമില്ല. മുട്ട ചെറുതായിട്ടൊന്ന് കുക്കായതിന് ശേഷം മാത്രം നമുക്ക് നന്നായിട്ട് ഇത് ഒന്ന് മിക്സ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ചേർത്ത ഉടനെ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പൊടി പൊടിയായി പോകും നമ്മുടെ മുട്ട. ഇപ്പോൾ നമ്മൾ ചപ്പാത്തി ചേർക്കുമ്പോൾ നമുക്ക് മുട്ട കടിക്കാനായിട്ട് കിട്ടേണ്ട രീതിയിൽ ഒന്ന് വെന്തതിന് ശേഷം ഒരു പീസായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മുട്ട ചെറുതായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് ഇളക്കി മസാലയായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. ഉണ്ടോ, ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് ഇളക്കി യോജിപ്പിച്ചാൽ മതി. മൊത്തത്തിലൊന്നും കുത്തി ഉടക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചപ്പാത്തി ഇട്ട് കൊടുക്കാം. ചപ്പാത്തി ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതിയാകും. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടോ, അപ്പോൾ മുട്ട നല്ല പീസായിട്ട് കിടക്കുന്നത് കണ്ടോ. അപ്പോൾ നമ്മൾ കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമ്മൾ 4 ചപ്പാത്തിയുടെ അളവാണ് കാണിച്ചത്. നമ്മൾ ചപ്പാത്തി കൂടുതലെടുക്കുമ്പോൾ എല്ലാ സാധനങ്ങളും കൂടുതലെടുക്കണം കേട്ടോ. കുറച്ചാണ് എടുക്കുന്നതെങ്കിൽ അതേപോലെ കുറച്ചെടുത്താലും മതിയാകും. അപ്പോൾ ഇതാ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ കഴിക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കഴിക്കാം. അല്ലെങ്കിൽ ഇത് കുറച്ചുകൂടി ഡ്രൈ ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. അപ്പോഴും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ കൊത്ത് പൊറോട്ട കഴിക്കുന്നത് പോലെ തന്നെ നല്ല ടേസ്റ്റാണ്. ഇതേപോലെ തന്നെ മുട്ടയൊക്കെ ചേർത്തിട്ടുള്ള നമ്മുടെ കൊത്ത് ചപ്പാത്തി. ഇപ്പോൾ ചപ്പാത്തിയൊക്കെ കഴിച്ച് പിന്നെ വേണ്ടാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ചപ്പാത്തി കഴിക്കാത്തവർക്ക് പോലും ഇത് കഴിക്കാൻ പറ്റും. കുട്ടികൾ ചിലരൊക്കെ ചപ്പാത്തി കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ളവരായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ നമ്മുടെ മക്കൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇങ്ങനെ ചപ്പാത്തി ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കേണ്ട തന്നെ വരും. അത്രക്കും നല്ല ടേസ്റ്റിയാണ്.
അപ്പോൾ നമ്മുടെ കൊത്ത് ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരല്പം ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ടിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ അങ്ങനെയാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചൂടാണ്. ഒരു അടിപൊളി ടേസ്റ്റാണ്. ഇതുവരെ നിങ്ങളിങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഇതേപോലെ തന്നെ ഉണ്ടാക്കി കൊണ്ടു. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ വെച്ചാൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കുകയുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.